DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായുള്ള VBG റാംജി സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ ആരംഭിച്ചു കഴിഞ്ഞു. പദ്ധതിയുടെ ആദ്യ ദിനമായ ജൂലൈ 1-ന് 66,688 തൊഴിലാളികൾ ജോലി ചെയ്തു. പ്രതിദിനം തൊഴിലുറപ്പിൽ 369 രൂപയാണ് വേതനം ലഭിച്ചിരുന്നതെങ്കിൽ പുതിയ പദ്ധതിയിൽ 401 രൂപയാണ്. കേരളത്തിലെ കൂലി എന്നത് ലക്ഷക്കണക്കിന് പേർക്ക് ആശ്വാസകരമായിരിക്കുകയാണ്. ഇതുൾപ്പെടെ VBG റാംജി പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങളും പ്രധാന കാര്യങ്ങളുമാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള VBG റാംജി പദ്ധതി രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞെങ്കിലും നിലവിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാർഡിന്റെ പ്രാബല്യം തുടരും. പുതിയ പദ്ധതിക്ക് വേണ്ടിയുള്ള തൊഴിൽ കാർഡ് ലഭിക്കുന്നതുവരെ eKYC ചെയ്ത നിലവിലെ കാർഡുകൾ ഉപയോഗിക്കാമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. സമയബന്ധിതമായ വേതനം, 125 തൊഴിൽ ദിനങ്ങൾ തുടങ്ങിയവയാണ് പദ്ധതിയുടെ പ്രധാന ആകർഷണങ്ങളായി സർക്കാർ ഉയർത്തിക്കാട്ടുന്നത്. യോഗ്യരായ ഒരാൾക്കും ഒരു ദിവസം പോലും തൊഴിൽ നഷ്ടമുണ്ടാകില്ലെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. വർഷത്തിൽ 60 തൊഴിലില്ലാ ദിനങ്ങൾ ഉണ്ടാകുമെന്ന് നിയമത്തിൽ വ്യക്തമാക്കിയിരിക്കെ അത് ആശങ്കയ്ക്കിടയാക്കിയിരുന്നു. എന്നാൽ അതൊരു പ്രശ്നമാകില്ലെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത് പ്രകാരം 60 ദിവസം തൊഴിലുറപ്പിന് സമ്പൂർണ്ണ നിരോധനത്തിനും വ്യവസ്ഥയുണ്ട്. കൃഷി സീസണിൽ തൊഴിൽ ക്ഷാമം ഉണ്ടാകാതിരിക്കാനാണ് ഇത് ഉൾപ്പെടുത്തിയത്. പുതിയതായി ആരംഭിച്ച VBG റാംജി പദ്ധതിയിൽ ബയോമെട്രിക് ഹാജർ, GPS അധിഷ്ഠിത തൊഴിൽ സ്ഥല നിരീക്ഷണം, മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയുള്ള റിയൽ ടൈം ഡാഷ്ബോർഡ്, എല്ലാ ആഴ്ചയുമുള്ള പൊതുവിവര അറിയിപ്പ് സംവിധാനം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഫണ്ട് പൂർണ്ണമായും കേന്ദ്ര സർക്കാരാണ് നൽകിയിരുന്നതെങ്കിൽ പുതിയ പദ്ധതിയിൽ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് ഫണ്ട് അനുവദിക്കുന്നത്. കേരളത്തിൽ പുതിയ പദ്ധതിക്കായി ഈ വർഷം കേന്ദ്ര സർക്കാർ 3,136 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ 1,422 കോടി രൂപ വകയിരുത്തുകയും ചെയ്തതിനാൽ കേരളത്തിൽ VBG റാംജി പദ്ധതി ശക്തമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. VBG റാംജി പദ്ധതിയിൽ സ്വകാര്യ വ്യക്തികളുടേതടക്കം കൃഷിഭൂമിയിലെ ഭൂവികസന ജോലികൾ അനുവദിക്കില്ല. എന്നാൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിക്ക് കീഴിൽ സ്വകാര്യ വ്യക്തികൾക്ക് വീട് നിർമ്മാണം പോലുള്ള പദ്ധതികൾക്ക് അനുമതിയുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ കേരളത്തിൽ സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമിയിൽ അവർ ഭൂനികുതി രസീത് സമർപ്പിച്ച് അപേക്ഷിച്ചാൽ നിലമൊരുക്കൽ, കാട് വെട്ടിത്തെളിക്കൽ തുടങ്ങിയ പ്രവർത്തികൾ ചെയ്തിരുന്നു. എന്നാൽ ഇനി ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്യാനാകൂ. പുതിയ പദ്ധതിക്ക് കീഴിൽ ചെയ്യാവുന്ന 318 പ്രവർത്തികളുടെ പട്ടിക കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ജലസുരക്ഷ, ഗ്രാമീണാടിസ്ഥാന സൗകര്യം, ജീവനോപാധി അടിസ്ഥാന സൗകര്യം, ദുരന്ത നിവാരണം എന്നീ വിഭാഗങ്ങളിലാണ് പ്രവർത്തികൾ അനുവദിക്കുന്നത്. അംഗനവാടി, ഗ്രാമീണാരോഗ്യ കേന്ദ്രം, വിശ്രമത്തിനായുള്ള പന്തൽ, ഗവൺമെന്റ് സ്കൂളുകൾക്കും മറ്റും ചുറ്റുമതിലോ ശുചിമുറികളോ നിർമ്മിക്കൽ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി തുടങ്ങിയവ കരടിലുണ്ട്. കനാലുകളും ഓവുചാലുകളും, മണ്ണിടിച്ചിൽ തടയാൻ ഭിത്തി, ചെറിയ തടയണ, നീർത്തടം, കനാൽ, മഴക്കുഴികൾ തുടങ്ങിയവയുടെ നിർമ്മാണം, കുഴൽക്കിണർ പുനരുദ്ധാരണം, കിണർ കുഴിക്കുക, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, വനവൽക്കരണം, കാട്ടുതീ തടയൽ, ടാറും ഇന്റർലോക്കും മണ്ണും ഉപയോഗിച്ചുള്ള റോഡ് നിർമ്മാണം എന്നിവയും പട്ടികയിലുണ്ട്. മാലിന്യ സംസ്കരണത്തിലൂടെ വരുമാനമുണ്ടാക്കുന്ന പദ്ധതികൾ എടുത്തു പറയുന്നുണ്ട്. കമ്പോസ്റ്റ് കുഴി, വേസ്റ്റ് വേർതിരിക്കുന്ന ഷെഡ്, ജൈവവളം ശേഖരിക്കാനുള്ള സംവിധാനം തുടങ്ങിയവയുടെ നിർമ്മാണം ഉൾപ്പെടും. കാർഷിക മേഖലയിൽ കാലികൾക്കായുള്ള വെള്ളത്തൊട്ടി, മലഞ്ചെരുവുകളിലെ കൃഷിക്കായി നീളത്തിൽ കുഴിയെടുപ്പ്, കാർഷിക ഗ്രാമീണ ഉൽപ്പന്ന വിൽപ്പന കേന്ദ്രങ്ങളുടെ നിർമ്മാണത്തിന് പുറമെ പ്ലാന്റേഷൻ, മത്സ്യം വളർത്തൽ മേഖലകളിലെ ചെറുകിട നിർമ്മാണങ്ങളും നടീൽ പ്രവർത്തികളും അനുവദിക്കും. ശ്മശാന നിർമ്മാണവും അറ്റകുറ്റപ്പണിയും ഏറ്റെടുക്കാം. അതേസമയം കായികാധ്വാനം വേണ്ട പ്രവർത്തികളാണ് പുതിയ പദ്ധതിയിൽ കൂടുതലുള്ളത്. കേരളത്തിലാകെ രജിസ്റ്റർ ചെയ്ത 22 ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികളിൽ 40% 60 വയസ്സിന് മുകളിലുള്ളവർ ആയതിനാൽ ഇത് പ്രയാസകരമാകുമെന്നാണ് വിലയിരുത്തൽ. VBG റാംജി പദ്ധതിയിൽ നിങ്ങൾ ചെയ്ത ജോലി പൂർത്തിയാക്കി 15 ദിവസത്തിനകം കൂലി ലഭിച്ചില്ലെങ്കിൽ കാലതാമസം വരുന്ന ഓരോ ദിവസത്തിനും പലിശ സഹിതമുള്ള നഷ്ടപരിഹാരം ലഭിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ട്. 15 ദിവസം കഴിഞ്ഞ് കൂലി വൈകുന്ന ഓരോ ദിവസത്തിനും കുടിശ്ശികയുള്ള കൂലി തുകയുടെ 0.05% നിരക്കിൽ നഷ്ടപരിഹാരം ലഭിക്കും. കൂലി വൈകാൻ കാരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെങ്കിൽ ഈ നഷ്ടപരിഹാര തുക തദ്ദേശ സ്ഥാപനത്തിലെ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇതിനായി മാറ്റിവെച്ച ഫണ്ടിൽ നിന്നോ ആണ് ഈടാക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവിധ ക്ഷേമ പദ്ധതി അപ്ഡേറ്റുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.